സ്ത്രീകളുടെ രൗദ്രമുള്ളിലൊതുക്കിയ ഈ ഭാവം ഉണ്ടല്ലോ, എനിക്കത് എന്നും ഇഷ്ടാ. തന്നെ വേളി കഴിക്കാൻ ഇഷ്ടാണെന്ന് ഒരിക്കൽ ഞാൻ ഇല്ലത്തോന്ന് പറഞ്ഞപ്പോ എന്നെ ആട്ടി ഇറക്കിയത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ മനസ്സിൽ നിരീച്ചതാ തന്നെ ഈ കിടക്കയിൽ എത്തിക്കുന്നു. തന്റെ അച്ഛൻ തിരുമേനി ചോദിച്ചപ്പോഴൊക്കെ പണം വാരി വാരി കടം കൊടുത്തതും ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താന്നും ഉണ്ടാത്തേ? ഒന്നൊന്നര കൊല്ലായിട്ട് താൻ ഓരോ മരുന്ന് എന്റെ നേരെ പരീക്ഷിക്കല്ലേ? ഇത് അതുപോലല്ല, ഫലം ഉണ്ടാവുന്ന ഉറപ്പാ. പഞ്ചശ്വബലാന്നാ പറയണത്. മനസ്സിലായില്ലേ അപ്പുകുട്ടൻ? നമ്മുടെ ഇപ്പഴത്തെ ഭാര്യയുടെ ആദ്യത്തെ കെട്ടില്ലേ? അപ്പൊ ഇതും തന്റെ പുത്രൻ തന്നെ. താൻ പോയി കാര്യം എന്തായിടോ? അത് കിട്ടിയില്ല. ചപ്പൻ! പിന്നെ താൻ ഷൗര്യം ചെയ്യാതെ പോയി കടന്നു പോയിന്റെ മുന്ന്. ഈ ജാമായിന്ന് തോന്നുന്നു. പടച്ചോനെ, ഇന്ന് നമ്മളെ പൂരക്കച്ചവടം ജാമായി തന്നെ. അല്ല, നമ്മൾ ഇതിനകത്തിരുന്ന് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന എന്തിനാ? പുറത്താവുമ്പോ നല്ല മലങ്കാറ്റുണ്ട്. ശരിയാണ്. അല്ല, ഏതായാലും ചായയും വെള്ളം കിട്ടുന്നിടത്ത് പിന്നെ കീറി ജാമായത് നന്നായി. പോയി നോക്ക. സാറ് വരുന്നില്ലേ? വാസാറ് നമുക്കൊരു ചായ കുടിക്കാം. വല്യമ്മാമ ഇറങ്ങുന്നില്ലേ? ജീപ്പ് ശരിയാവും, കുറച്ച് നേരം പിടിക്കും. ഓരോ ചായ കുടിച്ചിട്ട് വരാം. വേണ്ട, അപ്പക്കുട്ടനാര് കുടിച്ചോളൂ. തമ്പുരാട്ടിക്ക് ചായ വേണം? ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. നല്ല തണുപ്പ്. ഇതൊന്നല്ല തണുപ്പ്, സാറ് ഇവിടെ നടാനെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ കണ്ടുപരിചയല്ലോ. എന്റെ പേര് ശിവൻകുട്ടി എന്നാ. ഞാനിവിടെ ചെറുവണ്ണൂർ അഗ്രികൾച്ചറൽ ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്നതാ. 3 ചായ. അല്ല നാരുട്ടെ, ആ ജീപ്പിലിരിക്കുന്ന ചേപ്പാട്ടൂരെ തിരുമേനിയല്ലേ? അതെ. തിരുമേനി നാരുട്ടായിട്ട് എന്താ ബന്ധം? അത് പറഞ്ഞ ജീപ്പില് തിരുമേനിയുടെ കൂടെ ഇരിക്കണ മൂപ്പരുടെ അനന്തരവളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ ഇല്ലത്തെ കാര്യസ്ഥന്റെ വകയിലൊരു മോനാ ഞാൻ. പടച്ചമ്പുരാനെ, വകയിലൊരു മോനോ? അമ്മയുടെ 2ാം കെട്ടുകാരനെ പിന്നെ സ്വന്തം അച്ഛനെന്ന് പറയാൻ പറ്റുമോ? ചായ. ആ കുട്ടിയുടെ കെട്ടിയോ മരിച്ചു ഏതാണല്ലേ? വെറുതെ അല്ല ആ കുട്ടി ഇങ്ങനെ ജീപ്പിൽ ബേജാറായിട്ടിരിക്കണേ. എന്തായിരുന്നു ദീനം? വിവരമില്ലായ്മ. പേരക്കുട്ടിയാകും പ്രായമുള്ള കുട്ടിയെ വിവാഹം കഴിച്ചാൽ അതെത്ര ജന്മിയാണെങ്കിലും അതിന് വിവരമില്ലായ്മ എന്നല്ലേ പറയാൻ പറ്റൂ. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കിളവിന് കെട്ടിച്ചു കൊടുത്താൽ വീട്ടുകാർക്കും വിവരമില്ലേ? കുട്ടിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് തിരുമേനിയുടെ നിന്ന് കടം വാങ്ങിയ പണത്തിന്റെ പലിശയും പലിശയുടെ പലിശയും കൂടെ കൂട്ടിയപ്പോ ഇല്ലം തീരെഴുതി കൊടുത്താലും കടം തീരാത്ത അവസ്ഥ വന്നു. അപ്പൊ ജന്മി തിരുമേനി ഒരു വിധി അങ്ങോട്ട് വിസ്തരിച്ചു. ഒന്നുകിൽ ഈ കുട്ടിയെ മംഗലം കഴിച്ചു തരിക, അല്ലെങ്കിൽ ഇല്ലം തീരെഴുതി തരിക. 2 അനിയത്തി കുട്ടികളെയും വല്യമ്മാമയും പെരുവഴിയിൽ ഇറക്കാതിരിക്കാൻ വേണ്ടി ആ തിരുമേനിയുടെ ഭാര്യയാകാൻ ഇവരങ്ങ് തീരുമാനിച്ചു. ഒരു ത്യാഗം. ഓ കഷ്ടം. കിളവന് ഈ ബന്ധത്തിൽ കുട്ടികളുണ്ടോ? 80 വയസ്സുകാരനായ കിഴവന് കുട്ടികളോ? ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ അങ്ങേരെ കൊണ്ട് അതൊന്നും പറയാണ്ടിരിക്കുക ഭേദം. ചുരുക്കി പറഞ്ഞാൽ ഒന്നും നടന്നില്ല എന്നർത്ഥം. ഇല്ലത്തുനിന്ന് പോയതുപോലെ തന്നെ തിരിച്ചു പോന്നു. സാറ് ഇവിടെ ആദ്യമായിട്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ജീപ്പ് റെഡി. അപ്പോളേ നമ്മൾ ചായന്റെ ദിവസം നാരൂറ്റി എടുത്തല്ലേ? ഇത്രയും കഥ ഓസിന് കേട്ടതുപോലെ ഇനി ചായയുടെ കാശും കൂടെ കൊടുക്കണോ? ഞാൻ കൊടുത്തോളാം. ചെറുവണ്ണൂർ എത്തി.
ആ സാറിന്റെ ബാഗ്. വരട്ടെ സാർ. ആ ചായക്കട ചോദിച്ചാൽ മതി ഓഫീസ് എവിടെയെന്ന് പറഞ്ഞു തരുമോ? സാറേ പൂരക്കച്ചവടം കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ കാണാം കേട്ടോ. ശരി. ഇവിടെ ആരുമില്ലേ? അല്ല, നമ്മൾ എവിടെ നിന്നാണാവോ? കുറച്ച് തെക്കുന്ന. ഓ, ഇവിടുത്തെ അഗ്രികൾച്ചറൽ ഓഫീസിൽ മാറി വന്ന ഓഫീസറാ. ശങ്കരേട്ടാ, ശങ്കരേട്ട് വാ സാറേ. ശങ്കരേട്ടാ, ദേ ഇവിടെ പുതുതായിട്ട് വന്ന കൃഷി ഓഫീസറാ. നമസ്കാരം. നമസ്കാരം. എവിടെയാ ഓഫീസ്? ഇവിടെ തൊട്ടടുത്താ. ടോമി, ഒന്ന് എഴുന്നേറ്റടാ. എഴുന്നേക്കാൻ ഞാൻ ഇവനെ കൂട്ടി വിടാം. സാറ് വല്ലതും കഴിച്ചാണോ? ഇല്ല. എന്നാ ഇത് കഴിച്ച. ഒന്ന് ചുമ്മാ ഇട്ടോ. വാ, സാർ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഒരു പൊടി അനച്ചെടുത്തേ. ആ, പൂരം മുറിയെന്ന് തോന്നണു. ഇവിടുത്തെ ആദിവാസി കോവിലെ പൂരാ. സ്വത്തിന് വേണ്ടി തിരുമേനിയുടെ തമ്പുരാട്ടിമാര് കൊടുത്ത കേസില് നാളെ കഴിഞ്ഞ് മധ്യസ്ഥതയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എല്ലാവരെയും വക്കീൽ ഓഫീസില്. എന്താച്ചാലും ഇവിടെ നിന്ന് ആരും പോണില്ല. ഇനി അവരുടെ സ്വത്ത് അനുഭവിക്കാൻ ഉത്തരയ്ക്കും അവളുടെ ഇളയ 2 കുട്ടികൾക്കും തീരെ താല്പര്യമില്ല എന്ന് കുട്ടിക്കോളൂ. എന്ത് വർത്തമാനോ വലിയമ്മ പറയണത്? കിട്ടാനുള്ള മുതല് കണക്ക് പറഞ്ഞു തന്നെ വാങ്ങണം. അല്ല, എന്ത് തന്നാലാ ഇതിന് പകരാവുക? ഉത്തരേടത്തിന്റെ ജന്മമല്ലേ ആ കിഴവൻ തൊലച്ചത്. എന്താ കുട്ടി ഇത്? ഭരിച്ചവരെ പറ്റി ദുഷിച്ചു പറയാ? അവളുടെ തലയിൽ ഈശ്വരൻ അങ്ങനെ ഒരു അനുഭവം വരച്ചിരിക്കണേ. അതിനിപ്പോ എന്താ ചെയ്യാ? അന്ന് ആ മംഗലം വേണ്ടെന്ന് എല്ലാരും എത്ര പറഞ്ഞതാ. ആ കുട്ടി സോമനസാ സമ്മതം മൂളി. അല്ലെന്നുണ്ടോ? ആ 90 കിഴവനെ കണ്ട് മോഹിച്ചു തന്നെയാ ഉത്തരേടത്ത് ഈ കല്യാണത്തിന് സമ്മതിച്ചതാണോ വല്യമ്മ കരുതിയിരിക്കണേ? ഇല്ലം വിറ്റ് നമുക്ക് 4 ആൾക്കും അന്നേ പെരുവഴിയിലോട്ട് ഇറങ്ങിയിരുന്നില്ലേ? ഇതിലും ഭേദം അതായിരുന്നു. ഒട്ടും മായിച്ച് മാലയും വള ഊരി ഉത്തരേടത്തി പടി കയറി എന്ന് കണ്ടപ്പോ ഞങ്ങക്ക് ഇല്ലത്തെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും വല്യമാമയ്ക്ക് ആ പഴയ ചേപ്പാട്ടുകാരുടെ ദുരഭിമാനം കൈവിടാൻ പറ്റില്ല. അന്നില്ലം വിറ്റ് കടം വീട്ടാൻ കൂട്ടാക്കഞ്ഞതും ഈ സ്വഭാവം കൊണ്ട് തന്നെയല്ലേ? ഗിരിജേ, കുട്ടി ഇങ്ങോട്ട് വരിക. എന്താ വല്യമാമ ഇത്? ഞങ്ങൾ വല്യമാമയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾക്ക് ഇതൊക്കെ പറയാനും വഴക്കൂടാനും വല്യമാമയല്ലേ ഉള്ളൂ. അതുകൊണ്ടാ. കുട്ടി പറഞ്ഞത് സത്യ. ദുരഭിമാനം. കുട്ടി എന്തുമാതിരി വർത്താനായി പറയണത്? പുറമേക്കാരൻ ഒരാള് തളത്തിലുണ്ടെന്നുള്ള കാര്യം പോലും ഓർക്കാണ്ട്. തളത്തിയിരിക്കുന്ന പുറമേക്കാരന് അറിയാവുന്ന കാര്യമല്ലോ ഇതൊക്കെ. ഞാനൊന്നും കരുതി കുട്ടി പറഞ്ഞല്ലോ. എടുത്തിന്റെ മട്ടും ഭാവം കണ്ടപ്പോ ഞങ്ങക്ക് സഹിക്കണേ.